ഞങ്ങൾ ധനുഷ്കോടിയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ആ ഒരു സ്ട്രിപ്പ് ഓഫ് അതൊരു റോഡ് പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ഒന്ന് അവസാനിക്കും. പക്ഷേ അകത്തോട്ട് വണ്ടി വിടത്തില്ല. ഈ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം, അല്ലാതെ പാർക്കിംഗ് ഇല്ല. ആ ഒരു ചെറിയൊരു സർക്കിൾ അത് അടച്ചു വെച്ചേക്കും. അപ്പോൾ അങ്ങനെ അത് വന്നിട്ട് നമ്മളിനി ഇങ്ങനെ ആ ഒരു പോസ്റ്റ് വില്ലേജ്, ആൾ താമസമില്ലാത്ത വില്ലേജ്, അതിലോട്ടൊന്ന് പോവാം. അതിനി ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ ഈ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഇതേ ഉള്ളൂ. അതുകൊണ്ട് അത് കുഴപ്പമില്ല, നല്ല സ്ഥലം തന്നെ. അവിടെ ഒരു മൺതിട്ട ഉണ്ടായിരുന്നു. ആ മൺതിട്ടയുടെ മേലെ ഇപ്പൊ കടൽ കയറി നിൽക്കുക. നടക്കാനൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോവാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു എഡ്ജിൽ വന്നേക്കും. ഇവിടെ തെക്കേ അറ്റം എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ശ്രീലങ്ക കാണാമെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ ഒന്നും കാണാൻ പറ്റത്തില്ല. അതൊക്കെ ചുമ്മാ പറയുന്നത്. 10-30 കിലോമീറ്റർ, 24 പക്ഷെ നമുക്ക് കുറേ ദ്വീപുകൾ, കൊച്ചു കുഞ്ഞു ദ്വീപുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതിനകത്തൊന്നും മനുഷ്യൻ ആക്സസ് ആകുമെന്ന് അറിഞ്ഞൂടാ. അതൊക്കെ കടത്തി വിടുമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് കണ്ടു. നല്ലൊരു സ്ഥലം തന്നെ കേട്ടോ. യാത്ര ഒരു സീയിൽ നിന്നും മറ്റേ സീ വരെ യാത്ര ചെയ്തിട്ടുണ്ട്. അറേബ്യൻ സീ മുതൽ ഇങ്ങ് പടിഞ്ഞാറ് അറേബ്യൻ സീ മുതൽ കിഴക്ക് ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷൻ. ഇവിടെ ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും രണ്ടും ഉണ്ട്. അവിടെ വന്നിരിക്കുകയാണ് ഞങ്ങൾ. ഒരു സൗത്ത് ഇന്ത്യക്ക് അക്രോസ് സീ ടു സീ യാത്ര കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതിനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് ജസ്റ്റ് നമ്മൾ ഇത് എന്നിട്ട് അതിനകത്തോട്ട് രണ്ടും കൂടെ മെർജ് ചെയ്യുക. രണ്ട് കടൽ ബേ ഓഫ് ബംഗാൾ, ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീ രണ്ടും കൂടെ ജോയിൻ ആവും. കടലിലെ ഒഴുക്ക് അത് എങ്ങും കാണാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. വേറെ ആർക്കും അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കടൽ ഒഴുകുന്ന കാഴ്ച. അങ്ങനെ ബേ ഓഫ് ബംഗാൾ പോയി അറബിക്കടലിൽ ചേരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അത് അറബിക്കടൽ, ഇത് ബേ ഓഫ് ബംഗാൾ. അറബിക്കടൽ, ബേ ഓഫ് ബംഗാൾ. ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ആൾക്കാർ. പ്ലാസ്റ്റിക്കിൻ്റെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ കഴിവതും കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുപോകാൻ തന്നെ ഉപയോഗിച്ചതിന് ശേഷം അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക. കാരണം ഇത് ഇവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. കാരണം ഇത്ര നല്ലതായിട്ട് വെച്ചേക്കുന്ന സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കൂടുകൾ, കുപ്പികൾ എന്ന് വേണ്ട എല്ലാ കിടുപിടികളും അവർ തള്ളിയിട്ടാണ് പോകുന്നത്. നമ്മൾ തന്നെ ഒരു ഇത് നല്ല പ്രത്യേകം സൂക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും അത് ഉപകാരം. അതാ ഇതെല്ലാം കാണുന്നുണ്ടോ? ടൗണിന്റെ അവശിഷ്ടങ്ങളാണ് ഇതെല്ലാം. പണ്ട് ഈ പള്ളി കുറച്ചും കൂടെ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു. പള്ളി അപ്പുറത്താ. അതാ പള്ളി. അങ്ങനെ നമ്മൾ
ഈ ലോസ്റ്റ് അല്ലെങ്കിൽ ഗോസ്റ്റ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടെന്നോ അറിയാൻ പറ്റും, എല്ലാം തകർന്ന് ആ ഏരിയ പള്ളിയൊക്കെ ഉണ്ട്. ടെമ്പററി സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിലും പഴയതെല്ലാം അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ എപ്പം വേണമെങ്കിലും പൊളിഞ്ഞു വീഴും, കാരണം ആ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ജനത കംപ്ലീറ്റ് കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അടക്കം എല്ലാവരും വൈപ്പൗട്ടായിപ്പോയി. അപ്പം പിന്നെ 1964 ഡിസംബർ 22 ഉണ്ടായ ചുഴലിക്കൊടുങ്കാറ്റ് 58 വർഷങ്ങൾ ആവുന്നു. അതെ, ഇന്നിപ്പോൾ ഡിസംബർ 11 അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു ഒന്നും അറിയാതെ ചിലപ്പം ഒരു ട്രെയിൻ പോയി ഫുള്ളായിട്ട് വൈപ്പൗട്ടായി. പിന്നെ ഒരു മൊത്തം ആ ട്രെയിനിലുണ്ടായിരുന്ന ഉറങ്ങിക്കിടന്ന് രാത്രിയിലായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ട്രെയിനിൽ ഉറങ്ങിക്കിടന്ന് എല്ലാവരും സമയം പോലും അവർക്ക് കിട്ടുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ നമ്മുടെ ഹിറോഷിമയിലും നാഗസാക്കിയിലും അല്ലെങ്കിൽ ഗുജറാത്തിലും ഒക്കെ സംഭവിച്ചതിൻ്റെ കൂട്ട് തന്നെ ഇതാ നോക്കും. ഇവിടെ കുഞ്ഞുങ്ങൾ എത്ര അമ്മമാർ, അച്ഛന്മാർ, അമ്മൂമ്മമാർ എല്ലാവരും പോയി. ആലോചിച്ച് ഇവിടെ ഇപ്പോൾ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പം ഇന്ത്യൻ ഓഷ്യനിൽ കൂടെയും ബേ ഓഫ് ബംഗാളിൽ കൂടെയും പോകുന്ന കപ്പലുകൾക്ക് വഴികാട്ടിയായിട്ടൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്, അതായത് നമ്മൾ തെക്ക് ദിശയ്ക്ക് പോകുമ്പോൾ വലതുവശത്ത് കാണുന്നത് ഇന്ത്യൻ ഓഷൻ. നേരത്തെ അറബിക്കടലിനും തെറ്റിച്ച് പറഞ്ഞു, സോറി. ഇന്ത്യൻ ഓഷനും നല്ല തിരയുണ്ട്. അതേസമയം കിഴക്ക് വശത്ത് കാണുന്ന ബേ ഓഫ് ബംഗാളും ഉണ്ട്. ആ രണ്ട് കടലിലൂടെയും പോകുന്ന കപ്പലുകൾക്ക് വഴികാട്ടിയായിട്ട് ഇവിടെ ഒരു വലിയ വിളക്ക് മരമുണ്ട്. ഇതെല്ലാം ഒരു പ്രകൃതിയുടെ എന്താ പറയണ്ടേ ദുരന്തവും പുതുതായിട്ടുള്ള ഒരു വളർച്ചയും ഒക്കെ കാണിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ കറണ്ടില്ല. കറണ്ട് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് കറണ്ടില്ല. ഇതിപ്പം ഇവിടെ സോളാറും മറ്റേ ഇൻവേർട്ടറും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവർക്ക് മാത്രം പാസ്സുണ്ട്, നമുക്ക് ഇങ്ങോട്ട് അവരെ കടത്തി വിടും. പക്ഷെ നമ്മൾ ടൂറിസ്റ്റുകളെ 5:30 വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് 8 മണിക്ക് റിട്ടേൺ അടിച്ചോളും. അവർക്ക് ടൈം അവിടെ ഐ ഡി കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് ടൈം വേണമെങ്കിലും വരാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയ പെർമനന്റ് സ്ട്രക്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഇവിടെ 1-2 ചെറുതായിട്ട് കെട്ടി വരുന്നുണ്ട്. അതൊക്കെ എന്താവും കൊള്ളാം. ഒരു ചേഞ്ച് വലിയ കുഴപ്പമില്ല. നമുക്ക് വലിയ വിലയൊന്നുമില്ല, നമുക്കൊരു റീസണബിളി കിട്ടും. പിന്നെ അവർ നമ്മൾ പറയുന്നത് എടുത്ത് ഫ്രൈ ചെയ്ത് തരും. കണവയായാലും കൊഞ്ചായാലും മീനായാലും ഞണ്ടായാലും. അപ്പം കിട്ടുന്നത് മാത്രം ഫ്രൈയാണ് തോന്നുന്നത്. നല്ല മീൻ ഇരിപ്പുണ്ട്, ഫ്രഷ് അയില. ഇത് വെള്ളച്ചെമ്പല്ലി, ചുമന്ന ചെമ്പല്ലി, കണവ, ഞണ്ട്, കൊഞ്ച്, എല്ലാം മീൻ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് ഇവിടെ തന്നെ മസാല ഇവിടെ തന്നെ ഉണ്ടല്ലേ. கடை வந்து இங்க லைட் ஹவுஸ் பக்கமா? லைட் ஹவுஸ் பக்கம். என்ன பேர் வச்சிருக்கு கடைக்கு? மன்னன் ஹோட்டல். மன்னன் ஹோட்டல். இங்கிலீஷ்ல இருக்கியா? இங்கிலீஷ்ல எழுதிருந்தா? இந்த எழுதி இருக்கு இங்கிலீஷ்ல. மன்னன் ஹோட்டல். இங்கிலீஷ்ல இருக்கு. അതെ. അങ്ങോട്ട് പോകുമ്പോൾ വിളിച്ച് പറഞ്ഞാൽ അത് റെഡിയാക്കി വെക്കും. ഇത് കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്ത് മീനാന്ന് പറയുന്നത്? നല്ല ഫ്രഷ് അല്ലേ? അയ്യോ അത് ഞങ്ങളാൽ തിന്നാൻ മുടിയാതെ ഫോട്ടോയിൽ എടുക്കാം. ഇത് നമ്മുടെ ഫ്രഷ് ഒരു നെമ്മി. இங்க எல்லாம் நீங்க ஃப்ரெஷ்ஷா கடல்ல இருந்து பிடிச்சதான்? அண்ணே கடல்ல இருந்து பிடிப்போம், விலைக்கு வாங்குவோம். எல்லாமே அன்னன்னைக்கு வாங்குற மீன் தான். வேற 2 நாள் 3 நாள் மீன் சாப்பிட അവിടുന്ന് വരുന്നു വാങ്ങിക്കുന്നു. அன்னைக்கு வாங்குறதா? അത് ശരി. അത് അല്ല, അവർ ബോട്ടിൽ നിന്ന് അന്നൊന്ന് വാങ്ങിക്കുന്ന വരുന്ന അന്നുള്ള മീനെ വാങ്ങിക്കുന്നു. ഫ്രഷ് ആണ് മീൻ. അബ്ദുൽ കലാമിന്റെ പഴയ പ്രസിഡന്റിന്റെ വീടിന് മുമ്പിൽ അകത്തോട്ട് കയറാനുള്ള പരിപാടിയാണ്. എന്തുവാണ് അറിയത്തില്ല. അതൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കാൻ
നമ്മളൊരു ഉപ്പളത്തിൻ്റെ അടുത്താണ്, അതായത് ഉപ്പ് ഉണക്കി അത് പ്രോസസ്സ് ചെയ്തെടുക്കും. ഇതിപ്പോൾ നമ്മൾ നോക്കി ഇത് കുറച്ച് വൈറ്റ്നെസ് കുറവുണ്ട്, ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാം. അപ്പോൾ എന്താ ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് ചെയ്യുമായിരിക്കും, അപ്പോഴായിരിക്കും വൈറ്റ് കളറാണ്. പ്യുവർ വൈറ്റ് അല്ല നമ്മൾ അവിടെ കിട്ടുന്നതിൻ്റെ കൂട്ടുള്ള, അല്ലെങ്കിൽ ആ കവറിനകത്തൊക്കെ സ്പ്രിംഗ്ലർ ഉപ്പിൻ്റെ കൂട്ടൊന്നും അല്ലത്. സംഭവം കുറച്ച് റോയാണ്. ഇനി അവരെന്തെങ്കിലും പ്രോസസ്സിങ് ഉണ്ടോയെന്ന് അറിഞ്ഞില്ല. ഞാൻ പ്രോസസ്സിങ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കണത്താ ദൂരത്തോളം എന്നൊക്കെ എത്തും. ഒരു അലങ്കാരമായി പറയുകയാണെങ്കിൽ കടലിലെ വെള്ളം ഇങ്ങോട്ട് കടലിൽ വന്ന് ഇതിനകത്തൊരു പാർക്ക് ചെയ്തിട്ട് പിന്നെ അത് വെച്ചിട്ട് അത് ഉണക്കും, ഡ്രൈ ചെയ്തിട്ട് സൂര്യൻ്റെ ഇതുകൊണ്ട് ഉണങ്ങും. മെക്കാനിക്കൽ പ്രോസസ്സിംഗ് ഒന്നും ഇല്ല, എല്ലാം നാച്ചുറൽ ഇത്. കടലിലെ വെള്ളം ഇങ്ങനെ ഈ പാടങ്ങളിൽ കയറ്റി സൂര്യൻ്റെ ഇതടിച്ചിട്ട് ഇത് ഉണങ്ങും. കാരണം അതിനകത്ത് എനിക്ക് തോന്നുന്നു ആ വൈറ്റ് കളർ കാണുന്നത് ഇത് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. കാരണം അതിനകത്ത് കാണാം, നമുക്ക് അടിയിലായിട്ടൊന്ന് സൂക്ഷിച്ച് കാണാൻ പറ്റും. അതിങ്ങനെ ഉപ്പ് പിന്നെ അവരെ തടുത്ത് കൂട്ടി അതെ അതെ ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനമുണ്ട്, നമ്മൾ പണ്ട് നാട്ടിലൊക്കെ നെല്ല് കൂട്ടുന്ന ഒരു സാധനം. ആ സാധനം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൂട്ടും. വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കി അടിച്ചു കൂട്ടിയിട്ട് വരുവന്ന് ചീത്ത വിളിക്കാം. ഓ നമ്മൾ ലോക്ക് ചെയ്തോ സാരമല്ല, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എന്തെല്ലാം റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. എന്താ ഇപ്പം ഇവിടെ നിന്നുണ്ട് കാണിച്ചു കൊടുക്കും, തട്ട് കാണിച്ചു തട്ട് കാണിച്ചു. ഡ്രൈ ആയി വരുവാണ്. ഇത് നമ്മുടെ സ്പ്രിംഗ്ലർ ഉപ്പിൻ്റെ കൂട്ടിരിക്കും. ഇത് വളരെ നാളിട്ടാലേ തോന്നുന്നു, ഇത്ര നാളെന്ന് പറയുന്നുണ്ട്. അത് കടലിലെ വെള്ളം എന്ന് പറയാം. കടലിലെ വെള്ളം അവർ ഇത് ചെയ്തിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. കടലിലെ വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറ്റി ഇതിനകത്ത് മണ്ണും ഉണ്ടാവും. മണ്ണ് ക്ലീൻ ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടാവും. ആണ് മണ്ണുള്ളത് ഒരു ഓറഞ്ച് കളറില്. ഇതിനകത്ത് വെള്ളം ചേർത്ത് ഇത് മണ്ണുള്ളത് ഓറഞ്ച് കളറില. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓൾഡ് കുറ്റാലം ഫോൾസ് അല്ലെങ്കിൽ PWD ഫോൾസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഈ സമയത്ത് വരുന്ന അത്ര നല്ല പന്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാർ ഒരുപാട് വരുന്നത്, ഭയങ്കര നല്ല തിരക്കുണ്ട്. അപ്പം ഈ സമയം ഒഴിവാക്കി കഴിഞ്ഞ് വന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, കുളിക്കാനൊക്കെ പറ്റുന്നത്. നല്ല സൂര്യൻ്റെ ആ സേഫ്റ്റിയാണ്. സോ വെള്ളം നിറഞ്ഞ് വീണ് താഴോട്ട് ഒഴുകും. രണ്ട് മലയുടെ ഇടയ്ക്കാണ്. കുറച്ച് അരിഞ്ഞ് PWD ഫോൾസ് അവരെഴുതി വെച്ച് കൈയടക്കി കഴിഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ നമ്മൾ പാമ്പോലും പറ്റില്ല. ഭയങ്കര തിരക്കല്ലേ.